ഹലോ. രാത്രി 1 മണി പിന്നിട്ടപ്പോഴാണ് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയത്. എവിടെ പോകും, ഭക്ഷണം കഴിക്കും എന്ന് ചിന്തയാരംഭിച്ചു. എന്തായാലും ആലുവയിലേക്ക് പോയി നോക്കാം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വീട് പൂട്ടി ഇറങ്ങി. വണ്ടി നേരെ ആലുവ ഭാഗത്തേക്ക് വെച്ചുപിടിച്ചു. ചിക്കിങ്ങിൽ പോകാം എന്നായിരുന്നു ഐഡിയ. പക്ഷേ അവിടെ എത്തിയപ്പോഴതാ പാതിരാക്കോഴിയിൽ ലൈറ്റ് തെളിഞ്ഞു കാണുന്നു. സമയം ഏകദേശം 1:45 റെസ്റ്റോറന്റ് ക്ലോസിംഗ് ടൈമിനോടടുക്കുന്നു. എന്നിരുന്നാലും പാർക്കിങ്ങിൽ വണ്ടിയുമിട്ട് നേരെ പാതിരാക്കോഴിയിലേക്ക് നടന്നു ചെന്നു. വിചാരിച്ച പോലെ തന്നെ സ്റ്റാഫുകൾ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാനുള്ള ക്ലീനിങ്ങിലും മറ്റുമായിരുന്നു. മികച്ച ആംബിയൻസ് ഉള്ള അതിമനോഹരമായ ഒരിടമാണ് പാതിരാക്കോഴി റെസ്റ്റോറന്റ്. 100ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ ഡൈനിങ് സ്പേസും റെസ്റ്റോറന്റിനുണ്ട്. ഇന്റീരിയേഴ്സിന്റെ ഭംഗിയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ സമയമായതുകൊണ്ട് തിരക്ക് പൊതുവെ കുറവായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ തനിച്ചായിരുന്നുമില്ല, മറ്റു ചിലരും ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു. ചെന്നപാടെ ഓർഡർ ചെയ്തത് മസാല ഷവായി മന്തിയാണ്. പാതിരാക്കോഴിയിൽ ചെന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ളതും അതുമാണ്. ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ സാധനം എത്തി. പതിവ് പോലെ മികച്ച ഭക്ഷണം. എടുത്തു പറയേണ്ടത് പാതിരാക്കോഴിയിലെ സ്റ്റാഫിന്റെ പെരുമാറ്റമാണ്. അത്ര വൈകിയിട്ടും ക്ലോസിംഗ് ടൈമിനോട് അടുത്തിട്ടും വളരെ മികച്ച രീതിയിലാണ് അവർ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത്. ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു തീർത്ത് വളരെയധികം അഫോർഡബിൾ ആയ ബില്ലും പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പാർക്കിങ്ങിൽ നിന്ന് കാറെടുത്ത് നേരെ ആലുവ ടൗണിലൂടെ ചുറ്റി. രാത്രി ആലുവ നഗരം വ്യത്യസ്തമായിരിക്കുന്നു. ഹൈവേയിലൂടെ കുറച്ച് വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ശാന്തമായ രീതിയിൽ ആലുവ നഗരം ഇരുട്ടിൽ കുളിച്ചു നിന്നു. കാഴ്ചകൾ കണ്ട് നേരെ വീട്ടിലേക്ക്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.